ഇനി പ്രവാസ ലോകത്തെ വാർത്തകൾ. ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷാ പ്രശ്നങ്ങൾ ആഗോള ഊർജ്ജ ഭക്ഷ്യ വിപണികളെ ദോഷകരമായി ബാധിക്കുന്നതായി സൗദി അറേബ്യ. ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്കും ഇത് തിരിച്ചടിയാകും. ലോകരാജ്യങ്ങളുടെ പ്രധാന വ്യാപാര പാതയായ ഹോർമുസിലെ പ്രതിസന്ധി ആഗോള സമ്പദ് വ്യവസ്ഥയെ താറുമാറാക്കും. ഐക്യരാഷ്ട്രസഭയിലെ സൗദി അംബാസിഡർ ഡോക്ടർ അബ്ദുൾ അസീസ് അൽവാസിലാണ് രാജ്യാന്തര തലത്തിൽ ഉടലെടുത്തിരിക്കുന്ന ഈ ആശങ്ക പങ്കുവച്ചത്. ഹോർമുസ് കടലിടുക്കിനെ സംബന്ധിച്ച US ഗൾഫ് സഹകരണ കൗൺസിലിന്റെ പ്രമേയത്തെക്കുറിച്ച് വിശദീകരിക്കാൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് സൗദി അംബാസിഡർ ഇക്കാര്യം അറിയിച്ചത്. ഹോർമുസിലെ അസ്ഥിരത ഊർജ്ജ വിതരണത്തെ മാത്രമല്ല, മരുന്നുകൾ, ആഹാരസാധനങ്ങൾ, മറ്റ് മാനുഷിക സഹായങ്ങൾ എന്നിവയുടെ നീക്കത്തെയും തടസ്സപ്പെടുത്തുന്നു. സമുദ്രപാതകളിലെ ഗതാഗത സ്വാതന്ത്ര്യം ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണെന്നും സംഘർഷം ഒഴിവാക്കാൻ ലോകരാജ്യങ്ങൾ മുൻകൈയെടുക്കണമെന്നും സൗദി ആവശ്യപ്പെട്ടു. വിപണിയുടെ സ്ഥിരതയ്ക്കും വ്യാപാരത്തിന്റെ സുഗമമായ ഒഴുക്കിനും ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷ ഉറപ്പാക്കണമെന്നും സൗദി അറേബ്യ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. വിനോദസഞ്ചാര മേഖല റെക്കോർഡ് കുതിപ്പിൽ. കഴിഞ്ഞ 3 മാസത്തിനിടെ രാജ്യത്തെത്തിയത് 11 ലക്ഷം സന്ദർശകരാണ്. ശൈത്യകാല സീസണിൽ ഖത്തറിലെ വിനോദസഞ്ചാര മേഖല കുതിക്കുന്നു. ഈ വർഷത്തെ ആദ്യ 3 മാസത്തിൽ 11 ലക്ഷത്തിലേറെ സന്ദർശകരാണ് ഖത്തറിലെത്തിയത്. ജനുവരിയിലായിരുന്നു ഏറ്റവും കൂടുതൽ സന്ദർശകരെത്തിയത്. 6,46,000 വിനോദസഞ്ചാരികളാണ് ഈ കാലയളവിൽ ഖത്തറിലെ വിവിധ ടൂറിസം കേന്ദ്രങ്ങൾ സന്ദർശിച്ചത്. GCC രാജ്യങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സന്ദർശകരെത്തിയതെന്ന് ടൂറിസം വകുപ്പിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. യൂറോപ്പാണ് 2ാം സ്ഥാനത്ത്. വേനൽക്കാലത്തെ വരവേൽക്കാനായി വെൽക്കം സമ്മർ എന്ന പേരിൽ പ്രത്യേക വിനോദ സാംസ്കാരിക പരിപാടികൾ രാജ്യത്ത് സംഘടിപ്പിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഹജ്ജ് പെർമിറ്റ് ഔദ്യോഗിക ഏജൻസികൾ വഴി മാത്രം മതിയെന്ന് ഹജ്ജ് ഉംറ മന്ത്രാലയം. നിയമലംഘകർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഹജ്ജ് തീർത്ഥാടകർ ഔദ്യോഗിക ഏജൻസികൾ വഴി മാത്രം ഹജ്ജ് പെർമിറ്റുകൾ എടുക്കണമെന്ന് സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു. നിയമങ്ങൾ പാലിക്കുന്ന തീർത്ഥാടകർക്ക് മികച്ച സേവനങ്ങളും സുരക്ഷിത യാത്രയും ഉറപ്പാക്കാം. ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിക്കാൻ ഹജ്ജ് വിസ മാത്രമാണ് ഔദ്യോഗികമായി അനുവദിച്ചിട്ടുള്ളത്. മറ്റ് വിസകളിലെത്തി ഹജ്ജ് ചെയ്യാൻ ശ്രമിക്കുന്നത് നിയമവിരുദ്ധമാണ്. ഔദ്യോഗികമായി പെർമിറ്റ് എടുക്കുന്നവർക്ക് മാത്രമേ പുണ്യസ്ഥലങ്ങളിലെ സേവനങ്ങൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്താനാകൂ. തിരക്ക് നിയന്ത്രിക്കാനും തീർത്ഥാടകരുടെ സുരക്ഷ ഉറപ്പാക്കാനും വിപുലമായ സംവിധാനങ്ങൾ മക്കയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അനധികൃത പെർമിറ്റുകളോ വിസകളോ വാഗ്ദാനം ചെയ്യുന്ന വ്യാജ ഏജൻസികളുമായോ വ്യക്തികളുമായോ ബന്ധപ്പെടരുതെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. നിയമലംഘകർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.